ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയാണ്? നമ്മൾ ഈ പ്രാവശ്യത്തെ യാത്ര തിരുച്ചെന്തൂരിലേക്കാണ്. എല്ലാ പ്രാവശ്യം പോകുന്ന പോലെ ട്രെയിനിലല്ല, നമ്മൾ ഇത്ര പ്രാവശ്യം പോയത് കാറിലാണ്, ചേട്ടൻ കൊണ്ടുവന്ന കാറിലാണ്. അപ്പോൾ നേരെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ബാലരാമപുഴ വഴി നമ്മുടെ ഹൈവേ കയറിയിട്ട് അതുവഴിയാണ് തിരുച്ചെന്തൂരിലേക്കുള്ള യാത്ര. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം 175 കിലോമീറ്ററോളം ഉണ്ട്. 4-4.5 മണിക്കൂർ ട്രാവലുണ്ട്. ഹൈവേയിലോട്ട് ഇറങ്ങിയപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ല. നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ കണ്ടു തുടങ്ങി. പക്ഷേ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു കുറച്ചുകൂടി സേഫ്റ്റി പർപ്പസിന് കുറച്ച് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ആവശ്യമുണ്ട്. അത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ശരിയാക്കി വരുമ്പോൾ ശരിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കുറച്ച് ദൂരത്തെ യാത്ര ശേഷം നമ്മളൊരു പെട്രോൾ പമ്പിലെത്തി, തമിഴ്നാടെത്തി. ഇവിടെ എന്തെങ്കിലും ഒരു 7-7 രൂപ കുറവുണ്ടാവുമല്ലോ. പിന്നെ അങ്ങനെ കരുതിയാൽ ഇവിടെ നിന്ന് തന്നെ പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് പെട്രോൾ അടിച്ച് നമ്മൾ വീണ്ടും നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി. നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് നമ്മളങ്ങനെ പോവുകയാണ്. നമ്മൾ ഹൈവേയുടെ പണിയും നടക്കുന്നുണ്ട്. ഈ സൈഡിൽ കൂടെയാണ് നമുക്ക് പോകാനുള്ള വഴി. അങ്ങനെ നമ്മൾ നാഗർകോവിലേക്ക് കയറി. നാഗർകോവിൽ നിന്ന് കേൾക്കുമ്പോഴേ പണ്ട് അപ്പം പറഞ്ഞൊരു കഥയുണ്ട്. പണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ പിടിച്ച് കയറി വന്ന് ഇവിടെ ഇറങ്ങി, ഇവിടെ നമ്മുടെ ഫലോചന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീണ്ടും ട്രെയിൻ കയറി വന്ന് തമ്പാനൂരിൽ ഇറങ്ങി അവിടെ നിന്ന് കാളവണ്ടിയിൽ വീട്ടിലേക്ക് സാധനം കൊണ്ടുപോകുന്ന കഥയൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കാണ് ഒരു വ്യത്യസ്തമായ ഒരു അമ്പലം കണ്ടത്. നമ്മളെ കളറൊക്കെ നമ്മൾ നോർമൽ തമിഴ്നാട്ടിൽ കാണുന്ന ടൈപ്പ് അല്ലാത്ത ഒരു പുതിയ തരം അമ്പലം. അത് രാഘവേന്ദ്ര സ്വാമിയുടെ അമ്പലം പോലെ തോന്നി. നമ്മുടെ ആക്ടർ രാഘവ ലോറൻസ് ഈ സ്വാമിയുടെ വലിയ ഭക്തനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മനോഹരിതയും നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ സൂര്യനും മലയും കൃഷിപ്പാടങ്ങളും ചേർന്നിട്ട് നല്ലൊരു വിഷ്വൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചു. ഇതാണ് നമ്മളെ ഈ യാത്രാ സാരഥി. നമ്മളെ ഫുൾ ഡ്രൈവിങ്ങും ചേട്ടൻ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തി. അങ്ങനെ ഏതോ തമിഴ്നാട്ടിലെ ഏതോ ഒരു വാഴത്തോപ്പിലെത്തിയിട്ടുണ്ട്. തെങ്ങും തോപ്പാണ് കേട്ടോ. അങ്ങനെ ഏതോ ഒരു പറമ്പിൽ കൂടെ ഇറങ്ങി നമ്മളൊരു കുളം കാണാനായിട്ട് പോയി. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു കുളമാണ്. കൂടെ കുറേ തെങ്ങും തോപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീണ്ടും ഹൈവേയിലോട്ട് കയറി. ഹൈവേ കയറിയപ്പോൾ വീണ്ടും നല്ല നിറയെ കൃഷിപ്പാടങ്ങളും മരങ്ങളും ഉള്ള വീണ്ടും കുറച്ച് സ്ഥലങ്ങളൊക്കെ വീണ്ടും കാണാൻ പറ്റി. അതും കണ്ട് വീണ്ടും വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ നേരെ കഴിക്കാനായിട്ട് 8-10 കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. സൈഡിലൊരു ഹോട്ടലിൽ നിർത്തിയിട്ട് നമ്മൾ കയറി കഴിക്കാനായിട്ട്. നമ്മൾ ഓർഡർ ചെയ്തത് ഇഡ്ഡലിയും മസാല ദോശയായിരുന്നു. ഞാൻ മസാല ദോശയാണ് കഴിച്ചത്. മസാല ദോശ നമ്മളെ നാടിനെങ്കിലും വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് മുളക് പൊടിയും കൂടെ അതിൻ്റെ അകത്ത് വാരിയിട്ടു. പിന്നെ നമ്മളെ നോർമൽ കറി തന്നെയാണ്. പിന്നെ അതൊക്കെ കഴിച്ച് കൊള്ളായിരുന്നു. ഫുഡ് നല്ല ഫുഡായിരുന്നു. പിന്നെ അതും കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മളെ യാത്രയിലേക്ക് സ്റ്റാർട്ടിങ്ങിലാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മൾ ഇവിടുത്തെ പ്രൊഡക്ട്സൊക്കെ MRP നോക്കി വാങ്ങിക്കണം. കാരണം MRP കൂടുതൽ വിലയ്ക്കാണ് ഇവരൊക്കെ വിൽക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഈ റോഡ് സൈഡിലൊക്കെ നിറയെ വേപ്പിൻ്റെ മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലും ഈ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്കാണ് കണ്ടത് ഉടൻകുടി സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ എന്ന് പറഞ്ഞൊരു സംഭവം. നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം 1040 ഏക്കറിലാണ്. 1300 കോടി ചെലവിട്ട് നിർമ്മിച്ചൊരു തെർമൽ പവർ സ്റ്റേഷനാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലും കുറഞ്ഞ പൊല്യൂഷനിലുമാണ് ഇവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നീണ്ട 4-4.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകാനുള്ളത് പാർക്കിംഗ് സ്ലോട്ടിലോട്ടാണ്. ആദ്യം കണ്ടുപിടിക്കാനുള്ളതും പാർക്കിംഗ് സ്ലോട്ട് തന്നെയാണ്. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ പാർക്കിംഗ് സ്ലോട്ടുണ്ട്. അവിടെ എത്തണമെങ്കിൽ കുറച്ച് പാടായിരുന്നു. നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് കയറാനേ പറ്റില്ല. അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ പോകാനായിട്ട് പോയി. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ഓൾറെഡി പാർക്കിംഗ് ഫുള്ളാണ്. പാർക്കിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ അത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു 5 മണിക്കൊക്കെ അവിടെ എത്തണം. എത്തിയാൽ മാത്രമേ അമ്പലത്തിൻ്റെ അടുത്തുള്ള പാർക്കിംഗ് കിട്ടുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ പേ പാർക്കിംഗ് ആണ്. പേ പാർക്കിംഗ് ഉള്ളത് 100 രൂപ തൊട്ട് 200 മേളിലോട്ടുള്ള പേ പാർക്കിംഗ് വരെ അവിടെ ഉണ്ട്. നമ്മൾ കുറച്ച് തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് 100ന്റെ പാർക്കിംഗ് തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് റൗണ്ടൊക്കെ അവിടെ തന്നെ അടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ദൂരം പോയ ശേഷമാണ് നമുക്ക് 100ന്റെ തന്നെ കിട്ടി. ചാർജ് എന്ന് പറയുന്നത് 12 മണിക്കൂർ കാറിന് 100, വാനിന് 200. തിരുച്ചെന്തൂർ എത്തിയിട്ടുണ്ട്. തിരുച്ചെന്തൂർ മുരുകൻ കോവിലിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മൊട്ടം തിരക്കാണ്. ഇതാണ് നമ്മൾ 100 രൂപയുടെ പാർക്കിംഗ്. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു?
പാർക്കിംഗ് ഏരിയയിൽ നിന്ന് അമ്പലത്തിലോട്ട് കുറച്ച് ദൂരമുണ്ട് നടക്കാനായിട്ട്. നമ്മൾ പിന്നെ അങ്ങനെ നടക്കുകയാണ്. നമ്മൾ നടക്കുന്ന വഴിയിൽ തന്നെ കുറച്ച് ഹോട്ടൽസൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് പാർക്കിംഗ് ഏരിയ കുറച്ച് വലുതായിട്ടുള്ള പാർക്കിംഗ് ഏരിയസ് ഉണ്ട്. TVK ലോഡ്ജ് ഉണ്ട്. ഇങ്ങനെ അവിടെയാണ് കുറേ TVK കൊടി വെച്ച കാറുകളും ഉണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് വിജയമയം തന്നെയാണ്. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പിൽ തന്നെ ഒരു കൊച്ചു പയ്യൻ ഉണ്ടായിരുന്നു. അവനാണ് ഈ ആൾക്കാർക്ക് പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് നമ്മൾ 2 ആൾക്കും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ അവർക്ക് ഇടാൻ വേണ്ടിയായിട്ട് നിൽക്കുകയായിരുന്നു നമ്മൾ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരാൾക്ക് വന്നിട്ട് 10 രൂപയാണ് ചാർജ് വാങ്ങിച്ചത്. അതായത് 2 പേരും കൂടെ നമ്മൾ 20 രൂപ കൊടുത്തു. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അവൻ ഇട്ടിട്ടുള്ളത്. പക്ഷേ കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം ഇവരെ പോലുള്ള കൊച്ചു തന്നെയാണ് അവനും എന്ന് പക്ഷേ അവന് ജീവിക്കാൻ വേണ്ടി അവൻ ഓരോ ജോലി ചെയ്യുന്നു. അപ്പോൾ അവന് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. നടന്ന് അമ്പലത്തിൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഗോപുരവും ഫ്രണ്ടിലുള്ള ആർച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പൂക്കൾ വയ്ക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. നമ്മൾ പൂക്കൾ കുറച്ച് വാങ്ങിയായിരുന്നു. ഒരു മുഴം 50 രൂപയായിരുന്നു. ഗോപുരത്തിന് മുന്നിൽ നിന്നൊരു പോസ് മേടിച്ചിട്ട് നീ നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക്. അമ്പലത്തിൻ്റെ വഴിയരികിൽ കുറച്ച് വേലും കുറച്ച് മുരുകൻ്റെ പ്രതിമകളും ഫോട്ടോകളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് ഫുഡ്വെയർ വയ്ക്കാനുള്ള കൗണ്ടർ. ഫുഡ്വെയർ വയ്ക്കാനുള്ള കൗണ്ടർ ഉണ്ടായിട്ടും അതിൻ്റെ അകത്തും വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരെടുത്ത് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് റൂം എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് ഓൺലൈനായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ലഗേജും ഇവിടെ വയ്ക്കാൻ പറ്റും. ചെരിപ്പൂരി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഓടിക്കണം. അമ്പലത്തിൻ്റെ ഉള്ളിൽ മൊബൈൽ അലോഡ് അല്ല. ഈ ഗോപുരത്തിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു മൊബൈൽ കൗണ്ടർ ഉണ്ട്. മൊബൈൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കൗണ്ടർ. അവിടെ കുറച്ച് വലിയ ക്യൂ ആയിരിക്കും. അവിടെ നിന്നിട്ട് നമുക്ക് മൊബൈൽ ഡെപ്പോസിറ്റ് ഇട്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റും. അങ്ങനെ നീണ്ട 3-3.5 മണിക്കൂർ ക്യൂ നിന്ന ശേഷമാണ് മുരുകനെ വന്ന് കണ്ടത്. അമ്പലത്തെ ഉള്ളിലെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈക്കുഞ്ഞുങ്ങളും കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. എല്ലാവരും ഈ 3-3.5 മണിക്കൂർ ഇവിടെ ഒരു ക്യൂവിൽ നിർത്തും. പല ക്യൂവും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്യൂവിൻ്റെ ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ സ്റ്റെപ്പായിട്ട് വിടാനുള്ളതിന് കുറച്ച് സ്ഥലത്ത് അങ്ങനെ സ്റ്റെപ്പായിട്ട് വിട്ട ശേഷം വീണ്ടും ഇവരെല്ലാവരും കൂടെ കൂട്ടത്തോടു കൂടി ഒരു സ്ഥലത്ത് കൊണ്ടങ്ങ് അടച്ചിടുകയാണ്. പിന്നെ അവിടെ നിന്നും വീണ്ടും ഡിലേ ആയിട്ടാണ് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നത്. ഇഷ്ടംപോലെ സെക്യൂരിറ്റീസ് അമ്പലത്തിൻ്റെ അകത്തായിട്ട് നിൽപ്പുണ്ട്. ഈ ക്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ആരെയും കാണാനില്ല. പിന്നെ ഇവിടുത്തെ ഷൗട്ടിംഗ് ആണ് സെക്യൂരിറ്റിയിലെ അടുത്ത പ്രശ്നം. 4-5 മണിക്കൂർ ക്യൂ നിന്ന് വരുന്നവരെ 1 സെക്കൻഡും 2 സെക്കൻഡ് പോലും കാണാൻ സമ്മതിക്കാതെയാണ് അവർ ഓട്ടിപ്പായിച്ച് വിടുന്ന നടന്ന്. ഇതൊക്കെ ഒന്ന് അധികാരികൾ നന്നാക്കിയാൽ നന്നായിരിക്കും. നല്ല വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇതേപോലത്തെ പ്രശ്നങ്ങൾ കാണാം. ഇവിടുത്തെ പ്രശ്നം തലപതി വിജയ് എല്ലാം പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തളർന്ന് നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. നല്ല വിശപ്പുണ്ടല്ലേ? ഉണ്ടോ? അപ്പൊ ഇനി എന്തായാലും കഴിച്ചിട്ട് വരാം. തിരുച്ചെന്തൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ 2 സ്പോട്ടുണ്ട്. അതായത് റെഡ് സാൻഡും മണപ്പാട് ബീച്ചും. അപ്പോൾ നമുക്ക് റെഡ് സാൻഡിൽ പോകാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഇനി മണപ്പാട് ബീച്ചിലേക്ക്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 2 സൈഡ് 2 തരത്തിലുള്ളൊരു ബീച്ചാണ്. ഒരു സൈഡിൽ നല്ല തിരയുള്ളതും ഒരു സൈഡിൽ നല്ല തിര കുറവുള്ളതും. പിന്നെ അങ്ങോട്ട് പോകുന്നതോറും റോഡിൻ്റെ വീതി കുറച്ച് കുറവാണ്. 2 സൈഡിലുള്ള വീടുകളും ഈ ഉണക്ക മീനിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആയിട്ട് വാങ്ങാനൊക്കെ ഇതിൻ്റെ അത് സാധിക്കും. പിന്നെ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു വിഷ്വൽ കിട്ടും. ഒരു കുന്നും അതിൻ്റെ താഴെ കടലും അതിൻ്റെ നടുക്കൂടെ ഒരു റോഡുമാണ്. നല്ലൊരു വിഷ്വൽ ഗ്രാൻഡാണ് ഇവിടെ. ദൂരെ നമുക്ക് ആ പള്ളിയും കാണാൻ പറ്റും. ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് പള്ളിയാണ്. പള്ളിയുടെ സൈഡിൽ തന്നെയാണ് നമുക്ക് ലൈറ്റ് ഹൗസും കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ തന്നെ പാർക്കിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആഴം നല്ല കുറവുള്ളൊരു ബീച്ചാണ്. നമ്മൾ ഏകദേശം മുട്ട് വരെയൊക്കെ നമുക്ക് വെള്ളം ഇവിടെ ഉള്ളൂ. ടോപ്പിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നമ്മൾ അങ്ങ് ദൂരെ നമ്മൾ ആ തെർമൽ പ്ലാന്റും കാണാൻ പറ്റും. നമ്മൾ ആ ബീച്ച് മൊത്തത്തിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ എത്തിയത്. ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ലൈറ്റ് ഹൗസ് ഉള്ളത്. പക്ഷേ അത് 5:30 മുന്നേ എത്തിയാൽ മാത്രമേ നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മേളിൽ കയറി ആ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ താഴത്തെ ബീച്ചിലോട്ട് പോയി. അവിടെയും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ കൊണ്ട് നമ്മൾ നിർത്തിയ ശേഷം നമുക്ക് അവിടെ നിന്ന് നടന്ന് ബീച്ചിലോട്ട് എത്താൻ പറ്റും. ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. കാരണം ആഴം കുറവാണ്, നല്ല തണുത്ത വെള്ളം. കുട്ടികൾക്ക് ഇറങ്ങിയാൽ പോലും മുട്ടിൻ്റെ അത്ര വരെ നമുക്ക് അതിൻ്റെ ഹൈറ്റ് ഉള്ളൂ. പിള്ളേരൊക്കെ നല്ല വൃത്തിയായിട്ട് എൻജോയ് ചെയ്തു. അവിടുത്തെ എക്സ്പീരിയൻസ് അവളുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. മാവേ, കടലിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഷെല്ലൊക്കെ പറക്കിയെടുത്താണ്. കടലിട്ട് തിരിച്ച് കയറാനേ തോന്നിയില്ല. കുറെ ആൾക്കാരുണ്ടായിരുന്നു, അങ്ങൊക്കെ ഇരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു.
പിന്നെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് അവിടെ തിരിച്ചു വന്നത്. ആർക്കും തന്നെ തിരിച്ച് കയറാനായിട്ട് ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ നൈറ്റ് കടയിൽ നിർത്തി നമ്മൾ ചായയും മറ്റ് സാധനങ്ങളൊക്കെ കഴിച്ച ശേഷം വീണ്ടും തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് യാത്ര തുടർന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ ഓക്കെ ബൈ.